ഇന്നത്തെ വീഡിയോ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള ഗ്രീൻ പീസ് കറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് തുടക്കക്കാർക്കും ബാച്ചിലേഴ്സിനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടില റെസിപ്പിയാണ്. ഈ ഒരു ഗ്രീൻ പീസ് കറി ചപ്പാത്തിയിലൂടെയും പൂരിയോടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഇതിനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാവേ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ. കറിവേപ്പിലയും നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാവേ. സവാള എല്ലാ കൊച്ചുള്ളി ആയാലും ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് സവാള ഉള്ളിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കണമെങ്കിൽ നമ്മൾ സവാള എടുക്കുന്നതായിരിക്കും നല്ലത്. ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റി എടുക്കാവേ. ഈ ഒരു ഗ്രീൻ പീസ് കറി വെക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഗ്രീൻ പീസ് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതൊന്ന് നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വെക്കണേ. വേവിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ ബാക്കി ഇതൊക്കെ വഴറ്റി എടുക്കാവുള്ളേ. ഇതിലേക്ക് ഞാനൊരു മീഡിയം വലുപ്പത്തിൽ ഒരു കിഴങ്ങും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ അതിൽ തന്നെ ആ ഓയിലിൽ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണവേ. ഇത് നമ്മൾ ഗ്രീൻ പീസ് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേവിക്കാൻ വെക്കരുത്, അങ്ങ് വെന്തുടഞ്ഞു പോകും അങ്ങ്. ഇത് പ്രത്യേകം നമ്മൾ ഈ ഉള്ളിക്കകത്ത് വഴറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലായിരിക്കും നല്ലൊരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഞാൻ പേസ്റ്റായിട്ടല്ല, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതും കൂടെ ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ നമുക്ക് ഈ ക്യാരറ്റും ഈ കിഴങ്ങും ഒന്ന് വേവിച്ചെടുക്കണവേ. നമ്മൾ കുക്കറിൽ ഗ്രീൻ പീസിൻ്റെ കൂടെ ഇട്ടാൽ വെക്കുന്നതെങ്കിൽ ഒത്തിരി അങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോവും. ഇതിലേക്ക് പിന്നെ നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീൻസ് നമ്മൾ ആ എണ്ണയ്ക്കകത്ത് വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അത് മറന്നു പോയത് കൊണ്ടാണ്. അങ്ങനെ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് നമ്മൾ വെച്ച വെള്ളം കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണേ. ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1/4 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഗരം മസാലപ്പൊടിയാണ് വേണ്ടത്. അത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പട്ട ഗ്രാമ്പൂ എല്ലാം പൊടിച്ചതാണ്. അതും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെച്ച ആ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റും എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വെച്ച് നമ്മൾ ഗ്രീൻ പീസിൻ്റെ കൂടെ ഇട്ട് അടിക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ അങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോകും നമ്മുടെ ഗ്രീൻ പീസ് കറി തന്നെ. എന്നിട്ട് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കുമ്പോൾ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെക്കുക. അതല്ല ഉപ്പ് മാത്രമായിട്ട് നമുക്ക് ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കാവേ. അങ്ങനെ വെന്ത് വന്ന ഗ്രീൻ പീസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ആ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ച് ആ വെള്ളം ഉൾപ്പെടെ വേണേൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് നമ്മളിത് വഴറ്റുന്ന സമയത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇനി പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ മാത്രം നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. എല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രീൻ പീസ് കറി ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഈ കിഴങ്ങും ക്യാരറ്റും ഒന്നും ഉടഞ്ഞു കുഴഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യുവേ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് കോക്കനട്ട് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ കട്ടിപ്പാൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റാണേ. തേങ്ങ അരച്ച് ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതിയാവും ലാസ്റ്റ്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഈ ഒരു കറിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും.
അങ്ങനെ നമ്മുടെ കറി നല്ല രീതിയിലൂടെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് തുടക്കക്കാർക്കായാലും ബാച്ചിലേഴ്സിനായാലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇത്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ പെട്ടെന്നൊക്കെ നമുക്ക് കറി എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കുമേ. കുറച്ച് ബീൻസ്, കടല അങ്ങനെയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. പെട്ടെന്ന് നമുക്ക് കറികൾ എന്തെങ്കിലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കാൻ അത് എളുപ്പമായിരിക്കുമേ. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം.